ഹായ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെ അത് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ ഷോപ്കീപ്പർ ബൈസ് 25 tables and 10 chairs for rupees 7,000 and sells table at 10%, chair at 12% profit. If he get 7740, then find the cost price of table and chair. മിക്കവാറും എല്ലാ എക്സാമിനും, അതായത് പ്രിലിമിനറി PO ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക ക്ലർക്ക് ആയിക്കോട്ടെ, അതിൻ്റെ പ്രിലിമിനറി ആയാലും മെയിൻ ആയാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് 100% പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ സാധാരണ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ എന്ന് വെച്ചാൽ ഇതിൻ്റെ പല ഡിഫിക്കൽട്ടീസിലായിരിക്കും ചോദിക്കുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് ഡിഫിക്കൽട്ടിയാണ് ഈ തന്നേക്കുന്നത്. വളരെ എളുപ്പമായിട്ട് കിട്ടും. സാധാ ട്രഡീഷണൽ മെത്തഡിൽ ഒരുവിധം എല്ലാവർക്കും ചെയ്യാനും അറിയാം. പക്ഷേ ഇത് അത്രയും എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തഡ് എന്താണെന്നുള്ള കാര്യം ഈ ഒരു ട്രഡീഷണൽ മെത്തഡിൽ ഞാൻ ഇതൊന്ന് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ ഇത് വേഗത്തിൽ, ഞാൻ എല്ലാ ക്വസ്റ്റിനും അങ്ങനെയാണ്, ആദ്യം ഒരു സാധാ മെത്തഡ് പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് ഏറ്റവും എളുപ്പമുള്ള രീതി പഠിപ്പിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി തന്നെ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമുക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ സാധാ മെത്തഡിൽ നമ്മൾ സാധാ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സാധാ മെത്തേഡിൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും? എ ഷോപ്കീപ്പർ ബൈസ് 25 tables and 10 chairs. അയാൾ നമുക്ക് ടേബിളിനെ T എന്ന് വിളിക്കാം. ഒരു 25 ടേബിൾ ആ ഒരു ഷോപ്കീപ്പർ മേടിച്ചു. അതിന്റെ കൂട്ടത്തിൽ അയാൾ എന്ത് മേടിച്ചു? ഒരു 10 ചെയർ കൂടി മേടിച്ചു. അങ്ങനെ അതിന് രണ്ടിനും കൂടി അയാൾക്ക് ചെലവായ അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്ര രൂപയായിരുന്നു? 7,000 രൂപയായിരുന്നു. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യം എല്ലാ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത്, എല്ലാ രീതിയിലുള്ള കുട്ടികൾക്കും പെട്ടെന്ന് മനസ്സിലാവും, അതിന് ഐഡിയ കിട്ടാൻ വേണ്ടി. ഇനി അയാളത് വിറ്റു, ആ മൊത്ത സാധനം അയാൾ മറിച്ച് വിറ്റു. അങ്ങനെ മറിച്ച് വിറ്റപ്പോൾ അയാൾക്ക് സംഭവിച്ചു, ടേബിളിനൊരു 10% പ്രോഫിറ്റും ചെയറിനൊരു 12%, ഓരോ ചെയറിനും 12% വീതവും ഓരോ ടേബിളിനും 10% വീതവും പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ വിറ്റപ്പോൾ അയാൾക്ക് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 7740. ഈ പറഞ്ഞേക്കുന്ന 12% പ്രോഫിറ്റിന്റെ കഥ കേട്ടോ. 110, 112 ഒക്കെ എടുക്കണം. എന്നാലും നമുക്കിത് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയെങ്കിലും ഈ 112, 110 എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിവിജ്വൽ പ്രോഫിറ്റോ ലോസോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റോ ലോസോ കിട്ടുമല്ലോ. അതായത് ടോട്ടൽ പ്രോഫിറ്റ് ലോസ് ഇവിടെ എത്ര കിട്ടി? ടോട്ടൽ പ്രോഫിറ്റ് ഇവിടെ എത്ര കിട്ടി? 7,000 രൂപയ്ക്ക് അയാൾ മേടിച്ചു, 7,740 രൂപയ്ക്ക് അയാൾ വിറ്റു. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എത്രയായിരുന്നു? 740 രൂപയാണ് അയാളുടെ ടോട്ടൽ പ്രോഫിറ്റ്. മൊത്തം അയാൾക്ക് അധികം എത്ര രൂപ കിട്ടി? 740 രൂപ കിട്ടി. എങ്കിൽ ഇവിടെ നോക്കുന്നു, ഇൻഡിവിജ്വലായിട്ട് ഇവിടെ 10% കൂടി, ഇവിടെ 12% കൂടി. നമുക്ക് ഈ രണ്ട് കാര്യം മാത്രം മതി ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഞാൻ വായിച്ചേക്കാം, ഓർത്ത് വെച്ചാറേ. അതായത് ഇതിനൊരു ഇക്വേഷനാക്കി എഴുതിയാൽ നോക്കിയേ, 25 ടേബിൾ പ്ലസ് 10 ചെയർ എന്ന് പറയുന്നത് ഒരു 7,000 റുപ്പീസാണ്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. സാധാരണ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡാണ്. ഇനി നമ്മൾ നോക്കുന്നു, ഈ 25 ടേബിളിന് എന്ത് ചെയ്തു? ഒരു 10% പ്രോഫിറ്റ് കിട്ടി. നമ്മൾ ജസ്റ്റ് പ്രോഫിറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ 25 ടേബിളിന് ഒരു 10% പ്രോഫിറ്റ് കിട്ടി. 10/100 വെറും 10% മാത്രമേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതാണ് ഇയാളുടെ പ്രോഫിറ്റ്. ഇനി ചെയറിന്റെ പ്രോഫിറ്റോ? എത്രയാണോ ചെയർ ഉണ്ടായിരുന്നത് അതിന്റെ 12% ആണ് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെ വിറ്റപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്ര കിട്ടിയെന്ന് പറഞ്ഞേ? 740 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. നമ്മളിവിടെ ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ, ടോട്ടൽ പ്രോഫിറ്റുമേ നമ്മൾ എടുക്കുന്നുള്ളൂ. 7,000 നിന്ന് 7,740 അധികം കിട്ടി, 740 ലാഭം. അപ്പൊ ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് മാത്രം എടുത്താൽ മതി. സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിക്കുന്നെങ്കിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ചെയ്യാം. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ 110 എന്നും ഇവിടെ 112 എന്നുമാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഇവിടെ എന്തെടുക്കണം? 7,740 എടുക്കണം. കാരണം എന്താ? ഇവിടെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എടുക്കുന്നത്, ഇവിടെ സെല്ലിംഗ് പ്രൈസ് എടുക്കുന്നത്. അപ്പൊ സം എടുത്ത് നമുക്ക് എന്ത് കിട്ടണം? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കിട്ടണം. 7,740 രൂപയാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ 740 മാത്രം എടുത്തത്? ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോഫിറ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇവിടുത്തെ 10% പ്രോഫിറ്റ്, എത്രയാണോ ചെയർ അതിന്റെ 10%, എത്രയാണോ ടേബിൾ അതിന്റെ എത്ര പെർസെൻറ്റേജ്, ആ രീതിയിൽ നമ്മൾ എടുക്കുന്നത്. ഇവിടെ ആദ്യം ടേബിളും ഇവിടെ ചെയറും അല്ലേ. ഇനി ഇതിനെ സോൾവ് ചെയ്ത് എത്ര കിട്ടും നോക്കാം. 10ഉം 0 ക്യാൻസൽ ചെയ്തു, ഇവിടെ ഒരു 0 ക്യാൻസൽ ചെയ്തു. അപ്പൊ എത്ര കിട്ടും നോക്കിയേ? 25 ടേബിൾ ബൈ 10 പ്ലസ് 12 ചെയർ ബൈ 10 ഇസ് ഈക്വൽ ടു 740 എന്നല്ലേ കിട്ടുന്നത്. നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ഇതിന് കുറച്ചും കൂടെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു 10 ഇവിടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. കാരണം എന്താ? മൊത്തം ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്തു? ഒരു 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പൊ ഇത് ക്യാൻസലായി, ഇത് ക്യാൻസലായി, ഇവിടെ ഒരു 10 മൾട്ടിപ്പിൾ ആയി. അതാണ് അതിന്റെ ലോജിക്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മുടെ ബേസിക് സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡ്. പക്ഷെ ഇതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യുന്നൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടി എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡ് ഇതാണ്. എങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ആയി. ഒരു ഇക്വേഷൻ 1 ഉണ്ട്, ഒരു ഇക്വേഷൻ 2 ഉണ്ട്. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ആൻസർ കിട്ടണം. അപ്പൊ നോക്കി, ഇവിടെ 25 ടേബിൾ 12 ചെയർ 10 ചെയർ, അപ്പം വലുതല്ലേ. അപ്പൊ ഇക്വേഷൻ 2ൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? 1 കുറയ്ക്കുന്നു. ഇക്വേഷൻ 2 - 1 ചെയ്താൽ, ഞാൻ ആ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കുകയാണ്, നിങ്ങൾ മനസ്സിൽ ചെയ്തോണം. 25 ടേബിൾ - 25 ടേബിൾ എന്തായി പോവും? ക്യാൻസൽ ആയി പോകും. 12 ചെയർ - 10 ചെയർ എത്ര കിട്ടും? 2 ചെയർ എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 7,400 -
7,000 എത്ര കിട്ടും? 4,000 അല്ല 400 കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 2 ചെയർ 400 കിട്ടി. എങ്കിൽ ചെയറിന്റെ വാല്യൂ എത്രയായിരിക്കും? 200. ഈ സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ചെയറിന്റെ വിലയായിരുന്നു സി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെയറിന്റെ വില കിട്ടി. ഒരു ചെയറിന് 200 രൂപയാണ്. നമുക്ക് ചെയറിന്റെ മാത്രം വില കണ്ടുപിടിച്ചാൽ പോരാ, എന്ത് കണ്ടുപിടിക്കണം? ടേബിളിന്റെയും കൂടി വില കണ്ടുപിടിക്കണം. അപ്പൊ ടേബിളിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര ചെയർ ഉണ്ടെന്നാ പറഞ്ഞത്? 10 ചെയർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും 10 ചെയറിന്റെ വില എത്രയായിരിക്കും? ഒരു ചെയറിന് 200. അപ്പൊ 10 ചെയറിന് എത്രയായിരിക്കും? 2,000 രൂപയായിരിക്കും. സാധാരണ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു ചെയറിന് 200 ആണെങ്കിൽ 10 ചെയറിന് 2,000. മൊത്തം 7,000 രൂപയ്ക്കാണ് അയാൾ സാധനം മേടിച്ചത്. 7,000 രൂപയ്ക്കാണ് അയാൾ സാധനം മേടിച്ചത്. അതിൽ 2,000 രൂപ ചെയറിനായി. 10 ചെയർ മേടിച്ചപ്പോൾ 2,000 ആയി. എങ്കിൽ ബാക്കി 25 ടേബിളിന് എത്ര കൊടുക്കേണ്ടി വന്നേനെ അയാൾക്ക്? ഈ 7,000-ൽ നിന്ന് 2,000 കുറച്ചാൽ പോരെ? അപ്പൊ എത്ര കിട്ടും? 5,000 രൂപയായിരുന്നു 25 ടേബിളിന്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ടേബിൾ ഇസ് ഈക്വൽ ടു 5,000/25. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഒരു ചെയറിന് 200 രൂപയാണ്. അങ്ങനെ അയാൾ 10 ചെയർ മേടിച്ചു. സ്വാഭാവികമായിട്ട് എത്ര രൂപ ചിലവാക്കി കാണും? 2,000 രൂപ ചിലവാക്കി കാണും. അങ്ങനെ 2,000 രൂപ ചെയർ 10 ചെയർ മേടിച്ചപ്പോൾ 2,000 പോയി. മൊത്തം അയാൾക്ക് ചിലവായത് എത്ര? 7,000 രൂപയാണ്. എങ്കിൽ ബാക്കിയുള്ള 5,000 എന്തിന് ചിലവാക്കിയിട്ടുണ്ടാവും? 25 ടേബിളിന് ചിലവാക്കിയിട്ടുണ്ടാവും. നമ്മൾ ആ രീതിയിൽ എടുക്കുന്നു. അപ്പൊ 25 ടേബിളിന് 5,000 ആണെങ്കിൽ ഒരു ടേബിളിന് എത്ര കിട്ടും? 5,000/25 എത്ര കിട്ടും? 200 രൂപ. അപ്പൊ രണ്ടിന് എത്ര രൂപ വെച്ചായി? 200 രൂപ വെച്ചായി. അപ്പൊ ടേബിളിന് 200 രൂപയാണ്, ചെയറിന് 200 രൂപയാണ്. അപ്പം മനസ്സിൽ വെച്ചേക്കുക, രണ്ടിന് എത്ര രൂപ വെച്ച് തന്നെ ആയി? ടേബിളിന് 200 രൂപ, ചെയറിന് 200 രൂപ വെച്ചായി. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന രീതിയിൽ ആൻസർ കിട്ടുന്നത്. എങ്കിൽ ഇത് നമ്മുടെ സാധാരണ മെത്തേഡ്. എങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കുറച്ച് എളുപ്പ വഴി അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ, ഇത് ഇത്രയും സ്റ്റെപ്പൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത് കണക്ക് ഇങ്ങനെ എടുത്ത് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി, നമുക്ക് വേഗത്തിൽ ആൻസർ കിട്ടും. അതെന്താണെന്ന് നോക്കാം. ആ ഒരു സ്റ്റെപ്പ് എന്താണ്? ഇനി ഇത്രയും ബേസിക് കാര്യം നമുക്കറിയാം എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇനി ഈ എളുപ്പ വഴികളെല്ലാം പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്വസ്റ്റിനും എന്ത് ചെയ്യുന്നത്? ഈ സാധാ മെത്തേഡ് നിങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. കാരണം എളുപ്പ വഴികൾ കൊണ്ട് മാത്രം പോകരുത്. ഒരു കൺസെപ്റ്റ് എന്താ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മൾ എളുപ്പ വഴിയിലേക്ക് പോകണം. എന്താണ് ഇവിടുത്തെ എളുപ്പ വഴി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ എഴുതുന്നു. 25 ടേബിളിനും 10 ചെയറിനും കൂടി എത്രയായി? 7,000 രൂപയായി എന്ന് പറയുന്നുണ്ട്. ഇനി നോക്കാം, ഇവിടെ ടേബിളിന് 10%ഉം ചെയറിന് 12% അല്ലേ പ്രോഫിറ്റ് കിട്ടുന്നത്? ഒരു 10%ഉം 12% അല്ലേ പ്രോഫിറ്റ് കിട്ടുന്നത്? അപ്പോഴാണ് എന്ത് കിട്ടിയത്? 740 രൂപ പ്രോഫിറ്റ് കിട്ടിയത്. ഇതൊക്കെ നമുക്കറിയാം. എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ ഉപയോഗിച്ചാൽ വേഗത്തിൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് ഞാൻ വിചാരിച്ചു ടേബിളിനും 10% ആയിരുന്നു, ചെയറിനും 10% ആയിരുന്നു. 10% ആയിരുന്നു പ്രോഫിറ്റ് എങ്കിൽ ടേബിളിനും 10% പ്രോഫിറ്റ് കിട്ടി, ചെയറിനും 10% പ്രോഫിറ്റ് കിട്ടി. ആ രീതിയിലാണ് ഞാൻ വിറ്റതെങ്കിൽ ചെയറിന്റെയും 10% പ്രോഫിറ്റ് കിട്ടു, ടേബിളിന്റെയും 10% പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണ് ഞാൻ വിൽക്കുന്നതെങ്കിൽ എന്റെ ഓവറോൾ പ്രോഫിറ്റ് എത്രയായിരിക്കും? എന്റെ എത്രയാണ് സി പി? അതിന്റെ 10% ആയിരിക്കും. എങ്കിൽ എന്റെ ടോട്ടൽ സി പി എത്രയാ? 7,000 രൂപയിലെ എന്റെ ടോട്ടൽ സി പി. ഈ 7,000-ന് 10% എത്രയാ? 7,000-ന് 10% ടോട്ടൽ പ്രോഫിറ്റ് പെർസെന്റ് നോക്കുന്നു. 7,000-ന് 10% എത്രയാ? 700 രൂപയല്ലേ എന്റെ സാധനം, അതായത് എനിക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടത്. അപ്പൊ നോക്കിയേ, ഞാനിവിടെ ടേബിളിനും 10% പ്രോഫിറ്റ് വിറ്റു, ചെയറിനും 10% പ്രോഫിറ്റ് വിറ്റു. അപ്പൊ ഓവറോൾ 10% ആയിരുന്നു. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു. ഇത് എനിക്കിപ്പം ഒന്ന് 10ഉം ഒന്ന് 9 ആയാലും ഒന്ന് 15 ആയാലും എല്ലാം ഈ ഒരു ഏതെങ്കിലും ഒരു വാല്യൂലേക്ക് എന്ത് ചെയ്യുക? കോമൺ ആക്കി ചെയ്ത് അത്ര എളുപ്പമാണ്. നിങ്ങൾ ആ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ കാണാതെങ്കിലും പഠിച്ചു വെച്ചേക്കണം. കാരണം അത്രയും ഒറ്റ സ്റ്റെപ്പ് പോലും ഇല്ല, നമുക്ക് നോക്കി ചെയ്യാവുന്ന കാര്യമാണ്. കാരണം ക്വസ്റ്റിന് കാണുമ്പോൾ 10, 12 എങ്കിൽ 10% 7,000 എത്ര കിട്ടും? 700. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് മൊത്തം 10% ഓഫ് ടേബിളും 10% ചെയറും കഴിഞ്ഞു. ഇനി എന്തുണ്ട്? ഒരു 2% ഓഫ് ചെയർ കൂടി ഇല്ലേ? കാരണം 12% ചെയർ അല്ലേ നമ്മൾ ആൾറെഡി പ്രോഫിറ്റ് കിട്ടിയത്. അപ്പൊ 10% ഓഫ് ചെയർ പ്ലസ് 2% ചെയർ അല്ലേ ടോട്ടൽ കിട്ടേണ്ടത്. അപ്പൊ നോക്കിയേ, 10% ടേബിളും 10% ചെയറും ആയപ്പോ തന്നെ നമുക്ക് എത്ര രൂപയായി? 700 രൂപ കിട്ടി. ഇനി എക്സ്ട്രാ എത്ര രൂപ കിട്ടാനുണ്ട്? ഒരു 40 രൂപ കൂടി എനിക്ക് പ്രോഫിറ്റ് കിട്ടാനുണ്ട്. ആ 40 രൂപ ആരുടെ ആയിരിക്കും? ആ 40 രൂപ 2% ഓഫ് ചെയറിന്റെ ആയിരിക്കും. ഈ ഒരു മെത്തേഡ് മനസ്സിലായ എങ്ങനെയാണെന്ന്? എന്തായിരുന്നു? 10% ഓഫ് ടേബിളും 10% ചെയറും എടുത്താൽ ഓവറോൾ എനിക്ക് 10% ആയിരിക്കും. അപ്പൊ ടോട്ടൽ സി പിന്റെ 10% പ്രോഫിറ്റ് കിട്ടണം. 7,000 10% എത്രയാ? 700 റുപ്പീസ്. അത് കിട്ടി. പക്ഷെ എനിക്കിവിടെ ഓവറോൾ പ്രോഫിറ്റ് കിട്ടിയ എത്രയാ? 740 ആണ്. അപ്പോൾ എക്സ്ട്രാ വന്ന 40 റുപ്പീസ് ആരുടെ ആയിരിക്കണം? ഇവിടെ ഒരു എക്സ്ട്രാ 2% നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ ആ 2% ഓഫ് ചെയർ ആണെന്ത്? 40. എങ്കിൽ 1% ഓഫ് ചെയർ എത്രയായിരിക്കും? 20 ആയിരിക്കും. എങ്കിൽ 100% ഓഫ് ചെയർ
100% ചേർന്ന് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി മനസ്സിലാക്കുക. അപ്പോൾ 1% 20 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 2000 കിട്ടും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും എന്താണ് 2000 എന്ന്. ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന 2000 എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് ആണ്. അതായത് ടോട്ടൽ വാല്യൂ വെച്ചാൽ 10 ചെയറിന്റെ വാല്യൂ ആണ് എന്ത്? ഈ 2000. ശ്രദ്ധിക്കുക, ഒരു ചെയറിനെ പറഞ്ഞ് എഴുതരുത്. കാരണം നമ്മൾ ഈ ചെയർ എന്നെടുത്തത് മൊത്തം ചെയറിനെയും മൊത്തം ടേബിളിന്റെ 10% അല്ലേ? ടോട്ടൽ ചെയറിന്റെ ടേബിളിന്റെ 10%, ടോട്ടൽ ചെയറിന്റെ 10%, ടേബിളിന്റെ 10%, ടോട്ടൽ ചെയറിന്റെ 10%. അപ്പൊ കിട്ടുന്ന വാല്യൂ സി എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ ചെയർ. അപ്പൊ ടോട്ടൽ ചെയർ എത്ര കിട്ടി? 2000 കിട്ടി. നമുക്ക് എത്ര ചെയർ ഉണ്ടായിരുന്നു? 10 ചെയർ ഉണ്ടായിരുന്നു. എങ്കിൽ 2000/10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ചെയറിന്റെ വാല്യൂ കിട്ടും. എത്ര കിട്ടും? 200. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ചെയറിന്റെ കോസ്റ്റ് പ്രൈസ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. എങ്ങനെയായിരുന്നു? 10%, 12%, കോമൺ ആയിട്ട് 10 ഉണ്ട് എങ്കിൽ ആ 10% കോസ്റ്റ് പ്രൈസ് എടുക്കുന്നു. എത്രയാ? 700ന്റെ 10%, 7000 10%, 700 റുപ്പീസ് കിട്ടി. ഇനി എക്സ്ട്രാ എത്രയുണ്ടെന്ന് നോക്കാം. എക്സ്ട്രാ ഒരു 40 ഉണ്ട്. ആ 40 അധികം വന്ന പെർസെന്റ് ആയിരിക്കും. 2% ഓഫ് ടോട്ടൽ ചെയർ ആണെന്ത്? 40. എങ്കിൽ 1% ടോട്ടൽ ചെയർ എത്രയാ? 20. എങ്കിൽ 100% ടോട്ടൽ ചെയർ എത്രയാ? 2000. എങ്കിൽ മൊത്തം എത്ര ചെയറുണ്ട്? 10 ചെയറിനാണ് 2000. എങ്കിൽ ഒരു ചെയറിന് എത്ര വന്നു? 200. എങ്കിൽ ഒരു ടേബിളിന്റെ വില എത്ര നോക്കാം. ഇനി എന്തൊക്കെ? 25 ടേബിളിന്റെ വില നമുക്ക് നേരത്തെ ചെയ്ത് തന്നാൽ ഒന്നുകൂടെ പറയാം. 10 ചെയറിന് 2000 ആയി. ബാക്കി എത്രയുണ്ട്? 5000 ഉണ്ട്. 25 ചെയറിന് 5000. എങ്കിൽ ചെയറിനല്ല ടേബിളിന്. എങ്കിൽ ഒരു ടേബിളിന്റെ വില എത്രയാ? 5000/25. എത്ര കിട്ടും? അതും 200 തന്നെ കിട്ടും. അപ്പൊ ചെയറിനും 200, ടേബിളിന് 200. രണ്ട് പേരുടെയും കോസ്റ്റ് പ്രൈസ് എത്ര തന്നെ കിട്ടും? 200 എന്ന് കിട്ടും. ഇത് രണ്ടിൽ ഏത് മെത്തേഡ് ചെയ്താലും മതി. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നോക്കി പേപ്പറിന്റെയും പെനയുടെയും ഒന്നും ആവശ്യമില്ലാണ്ട് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഓപ്ഷനിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പേപ്പറിന്റെ പെനയുടെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ? ഇതിന്റെ 10%, ഇത് ഏത് നമ്പർ എന്നാലും അതിന്റെ 10%, 12% ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വലിയൊരു കാൽക്കുലേഷന്റെയോ ഒരു പെനയുടെ പേപ്പറിന്റെയോ അല്ലെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ വലിയ രീതിയിൽ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു 10% എടുക്കുക, 2% എടുക്കുകയൊക്കെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് അത്രയും സിമ്പിൾ ആക്കാൻ എന്ത് ഒരു പ്രോബ്ലം. അപ്പൊ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്ക്. ഇത് രണ്ടൊക്കെ 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ റാൻഡമായിട്ട് തന്നെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ തന്നെ കുറെ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും എടുത്തിട്ട് അത് ചെയ്ത് നോക്കുക. ഏത് മെത്തേഡിൽ? സാധാ മെത്തേഡിലും ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ എളുപ്പ വഴിയിലും കൂടെ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡിഫറൻസ് എന്താണ്.